Hello and welcome back to Daily Use. ഷോർട്ട് സെന്റൻസസ്. പലരും ആവശ്യപ്പെട്ട പ്രകാരം എയർപോർട്ട് സംഭാഷണങ്ങളെ വെച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. ഇതിന്റെ പാർട്ട് 2 അടുത്ത് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യാം. ഓക്കെ. എമിറേറ്റ്സ് ചെക്ക് ഇൻ കൗണ്ടർ എവിടെയാണ്? എമിറേറ്റ്സ് ചെക്ക് ഇൻ കൗണ്ടർ എവിടെയാണ്? വേർ ഈസ് ദി എമിറേറ്റ്സ് ചെക്ക് ഇൻ കൗണ്ടർ? വേർ ഈസ് ദി എമിറേറ്റ്സ് ചെക്ക് ഇൻ കൗണ്ടർ അല്ലെങ്കിൽ ചെക്ക് ഇൻ ഡെസ്ക്. എടുത്ത ഉടനെ തന്നെ വെർ ഇസ് ദി എമിറേറ്റ്സ് ഡെസ്ക് എന്ന് ചോദിക്കുന്ന അതിനെക്കാട്ടും കുറച്ചും കൂടെ റെസ്പെക്റ്റോടു കൂടെ ചോദിക്കണമെങ്കിൽ ക്യാൻ യു ഡയറക്ട് മീ ടു ദി എമിറേറ്റ്സ് ചെക്ക് ഇൻ കൗണ്ടർ പ്ലീസ്? ക്യാൻ യു ഡയറക്ട് മീ ടു ദി എമിറേറ്റ്സ് ചെക്ക് ഇൻ ഡെസ്ക് അല്ലെങ്കിൽ കൗണ്ടർ പ്ലീസ്. പ്ലീസിന് നമുക്ക് ഇതിന്റെ ആദ്യത്തിലും ചേർക്കാവുന്നത്. ക്യാൻ യു പ്ലീസ് ഡയറക്ട് മീ ടു ദി എമിറേറ്റ്സ് ചെക്ക് ഇൻ ഡെസ്ക്. നേരെ പോയി ഇടത്തോട്ട് തിരിയൂ. നേരെ പോയി ഇടത്തോട്ട് തിരിയൂ. പ്ലീസ് ഗോ സ്ട്രെയിറ്റ് ആൻഡ് ടേൺ ലെഫ്റ്റ്. പ്ലീസ് ഗോ സ്ട്രെയിറ്റ് ആൻഡ് ടേൺ ലെഫ്റ്റ്. നിങ്ങൾ എങ്ങോട്ടാണ് ഫ്ലൈ ചെയ്യുന്നത്? നിങ്ങൾ എങ്ങോട്ടാണ് ഫ്ലൈ ചെയ്യുന്നത്? വേർ ആർ യു ഫ്ലൈയിങ് ടു? വേർ ആർ യു ഫ്ലൈയിങ് ടു? ഇവിടെ നമ്മൾ നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് എന്നതിനെയാണ് ഇംഗ്ലീഷിൽ നമ്മൾ വേർ ആർ യു ഫ്ലൈയിങ് ടു എന്ന് ചോദിക്കുന്നത്. ഇത് എയർപോർട്ടിലായതുകൊണ്ട് വേർ ആർ യു ഫ്ലൈയിങ് ടു എന്ന് ചോദിക്കുന്നതിൽ കുഴപ്പമില്ല. അതും അല്ലെങ്കിൽ വേർ ആർ യു ഗോയിങ്, വേർ ആർ യു ട്രാവലിംഗ് ടു, അങ്ങനെ എല്ലാം ചോദിക്കാവുന്നതാണ് ഇവിടെ. ഓക്കെ. അപ്പോൾ ഈ ഫ്ലൈയിങ് എന്നതിനെ മലയാളത്തിൽ പറയുന്ന എക്സാക്ട് മീനിങ് വെച്ചിട്ട് നിങ്ങൾ എങ്ങോട്ടാണ് പറക്കുന്നത് എന്ന് ചോദിക്കുന്നത് അത്ര ഒരു രസമില്ലാത്തൊരു പ്രയോഗമായി വരും. അതുകൊണ്ട് വേർ ആർ യു ഫ്ലൈയിങ് ടു എന്നതിനെ മലയാളത്തിൽ നമ്മൾ നിങ്ങൾ എങ്ങോട്ടാണ് ഫ്ലൈ ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്. ഞാൻ ദുബായിലേക്കാണ് പോകുന്നത്. ഞാൻ ദുബായിലേക്കാണ് പോകുന്നത്. ഐ എം ഫ്ലൈയിങ് ടു ദുബായ് അല്ലെങ്കിൽ ഐ എം ഗോയിങ് ടു ദുബായ്. ഐ എം ഫ്ലൈയിങ് ടു ദുബായ് അല്ലെങ്കിൽ ഗോയിങ് ടു ദുബായ്. നിങ്ങളുടെ പാസ്പോർട്ട് തരാമോ? അപ്പോൾ കൗണ്ടറിലത്തെ ആളാണ് ചോദിക്കുന്നത്. നിങ്ങളുടെ പാസ്പോർട്ട് തരാമോ? പ്ലീസ് ഗിവ് മീ യുവർ പാസ്പോർട്ട്. പ്ലീസ് ഗിവ് മീ യുവർ പാസ്പോർട്ട്. ഇതിനെ തന്നെ അവർ വേറെ രീതിയിലും ചോദിക്കാം. മേ ഐ ഹാവ് യുവർ പാസ്പോർട്ട്? മേ ഐ സീ യുവർ പാസ്പോർട്ട്? കെൻ ഐ ഹാവ് യുവർ പാസ്പോർട്ട്? കെൻ ഐ സീ യുവർ പാസ്പോർട്ട്? അപ്പം നമ്മൾ ബാഗിൽ നിന്ന് നമ്മുടെ പാസ്പോർട്ട് എടുത്ത് അദ്ദേഹത്തിന് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ പറയുന്നത് ഷുവർ ഹിയർ യു ഗോ. ഷുവർ ഹിയർ യു ഗോ. ഷുവർ വേണ്ടെങ്കിൽ ഒഴിവാക്കാം. ഹിയർ യു ഗോ. ഈ ഹിയർ യു ഗോ എന്ന പ്രയോഗം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ്. അതായത് ആരെങ്കിലും നമ്മളോട് ആവശ്യപ്പെട്ട ഒരു സാധനം അവർക്ക് നമ്മൾ കൊടുക്കുമ്പോൾ പറയാവുന്ന ഒരു ജനറൽ ആയിട്ടുള്ളൊരു പ്രയോഗമാണ് ഹിയർ യു ഗോ. ഒരാൾ ചോദിക്കണം നിങ്ങളുടെ പേന ഒന്ന് തരാമോ? അപ്പോൾ നമ്മൾ പേന എടുത്ത് കൊടുക്കുകയാണ്. ഹിയർ യു ഗോ. നിങ്ങൾ വിസിറ്റിനാണോ അതോ ബിസിനസ്സിനാണോ യാത്ര ചെയ്യുന്നത്? നിങ്ങൾ വിസിറ്റിനാണോ പോകുന്നത് അതോ ബിസിനസ്സിനാണോ പോകുന്നത് എന്നാണ് ചോദ്യം. ആർ യു ഗോയിങ് ഓൺ വിസിറ്റ് ഓർ ട്രാവലിംഗ് ഓൺ ബിസിനസ്? ഈ ഗോയിങ് ട്രാവലിംഗ് രണ്ടും മാറി മാറി വേണമെങ്കിൽ ഉപയോഗിക്കാം. ആർ യു ട്രാവലിംഗ് ഓൺ വിസിറ്റ് ഓർ ട്രാവലിംഗ് ഓൺ ബിസിനസ്? ഓക്കെ. അല്ലെങ്കിൽ ആർ യു ഗോയിങ് ഓൺ എ വിസിറ്റ് ഓർ ആർ യു ഓൺ ബിസിനസ്? ഞാൻ ബിസിനസ് യാത്രയിലാണ്. ഞാൻ ബിസിനസ് യാത്രയിലാണ്. ഐ എം ട്രാവലിംഗ് ഓൺ ബിസിനസ്. ഐ എം ട്രാവലിംഗ് ഓൺ ബിസിനസ്. അപ്പോൾ ഓൺ ബിസിനസ് എന്ന് പറഞ്ഞാൽ ബിസിനസ് ആവശ്യത്തിന് വേണ്ടി ഞാൻ ട്രാവൽ ചെയ്യുകയാണ്, ഞാൻ യാത്ര ചെയ്യുകയാണ്. ഇതിനെ തന്നെ നമുക്ക് ഐ എം ഗോയിങ് ഓൺ എ ബിസിനസ് ട്രിപ്പ് അങ്ങനെയും പറയാം. ഐ എം ഗോയിങ് ഓൺ എ ബിസിനസ് ട്രിപ്പ്. ഇനിയിപ്പോൾ നമ്മൾ ബിസിനസ്സിനല്ല, ഞാൻ ഒരു വിസിറ്റിന് വേണ്ടി പോകുകയാണ്. ഞാൻ എൻ്റെ മകളെ കാണാൻ വിസിറ്റിന് പോകുകയാണ്. വളരെ ഷോർട്ടായിട്ട് പറയണമെങ്കിൽ ഐ എം വിസിറ്റിംഗ് മൈ ഡോട്ടർ. ഐ എം വിസിറ്റിംഗ് മൈ ഡോട്ടർ. ഡോട്ടർ എന്ന് പറഞ്ഞാൽ മകൾ. അപ്പം ഞാൻ മകളെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോകുകയാണ്. അപ്പോൾ കുറച്ചും കൂടെ ലെങ്തി ആയിട്ട് പറയണമെങ്കിൽ ഐ എം ട്രാവലിംഗ് ടു വിസിറ്റ് മൈ ഡോട്ടർ. ഷോർട്ട് ആക്കണമെങ്കിൽ ഐ എം വിസിറ്റിംഗ് മൈ ഡോട്ടർ. നിങ്ങൾ തനിച്ചാണോ യാത്ര ചെയ്യുന്നത്? നിങ്ങൾ തനിച്ചാണോ യാത്ര ചെയ്യുന്നത്? ആർ യു ട്രാവലിംഗ് അലോൺ? ആർ യു ട്രാവലിംഗ് അലോൺ? നമ്മൾ ഒറ്റയ്ക്കാണെങ്കിൽ ഇതിന്റെ ഉത്തരം സിമ്പിൾ ആണ്. യെസ് ഐ എം ട്രാവലിംഗ് അലോൺ അല്ലെങ്കിൽ വെറും യെസ് എന്ന് പറഞ്ഞാൽ മതി. പക്ഷേ നോ എന്നാണെങ്കിൽ ചിലപ്പോൾ ഫോളോ അപ്പ് ക്വസ്റ്റ്യൻ വരാം. എത്ര പേർ നിങ്ങളുടെ കൂടെ യാത്ര ചെയ്യുന്നുണ്ട്? എത്ര പേർ നിങ്ങളുടെ കൂടെ യാത്ര ചെയ്യുന്നുണ്ട്? ഹൗ മെനി പീപ്പിൾ ആർ ട്രാവലിംഗ് വിത്ത് യു?
ഹൗ മെനി പീപ്പിൾ ആർ ട്രാവലിംഗ് വിത്ത് യു? വിത്ത് യു, നിങ്ങളുടെ കൂടെ ട്രാവൽ ചെയ്യുന്നു. ട്രാവലിംഗ് വിത്ത് യു. ഹൗ മെനി പീപ്പിൾ, എത്ര പേർ, എത്ര ആളുകൾ നിങ്ങളുടെ കൂടെ യാത്ര ചെയ്യുന്നു. നിങ്ങൾ എത്ര ബാഗുകളാണ് ചെക്ക് ഇൻ ചെയ്യുന്നത്? നിങ്ങൾ എത്ര ബാഗുകളാണ് ചെക്ക് ഇൻ ചെയ്യുന്നത്? ചെക്ക് ഇൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലെയിനിൽ യാത്ര ചെയ്യാൻ വേണ്ടി നമ്മൾ കൊണ്ടുവന്ന ബാഗേജ് ലഗേജിൽ ഇടുന്നതിന് അതിനെയാണ്, ആ പ്രൊസീജിയറിനെയാണ് നമ്മൾ പൊതുവെ ചെക്ക് ഇൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ചോദിക്കുന്നത്, അല്ലെങ്കിൽ ഇവിടെ കൗണ്ടറിലത്തെ ആൾ ചോദിക്കുന്നത്, നിങ്ങൾ എല്ലാവരും ചേർന്ന് എത്ര ബാഗുകളാണ് ചെക്ക് ഇൻ ചെയ്യുന്നത്? ഹൗ മെനി ബാഗ്സ് ആർ യു ചെക്കിംഗ് ഇൻ? ഹൗ മെനി ബാഗ്സ് ആർ യു ചെക്കിംഗ് ഇൻ? ആർ യു ചെക്കിംഗ് ഇൻ? നിങ്ങൾ ചെക്ക് ഇൻ ചെയ്യുന്നത്. ചെക്കിംഗ് പറഞ്ഞാൽ പരിശോധിക്കുക എന്നർത്ഥമല്ല. ഇവിടെ ചെക്ക് ഇൻ ചെയ്യുന്നത് എത്ര ബാഗുകളാണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ചെക്ക് ഇൻ രണ്ട് വാക്കുകളും ചേർന്നതാണ്. ഈ ബാഗുകൾ പരിശോധിച്ച ശേഷം തൂക്കിയ ശേഷം ലഗേജിലേക്ക് കയറ്റുന്നത്. അതിൻ്റെ പേരാണ് ചെക്ക് ഇൻ. അപ്പോൾ നിങ്ങൾ എത്ര ബാഗുകൾ ചെക്ക് ഇൻ ചെയ്യുന്നു? ഹൗ മെനി ആർ യു ചെക്കിംഗ് ഇൻ? എത്ര കിലോ ആണ് എനിക്ക് ചെക്ക് ഇൻ ചെയ്യാവുന്നത്? എത്ര കിലോ ആണ് എനിക്ക് ചെക്ക് ഇൻ ചെയ്യാവുന്നത്? അപ്പോൾ നമ്മൾ സംശയം ചോദിക്കുകയാണ്, എത്ര ടോട്ടൽ വെയിറ്റ് എനിക്ക് കൊണ്ടുപോകാൻ പറ്റും? അതിനുവേണ്ടി നമ്മൾ ചോദിക്കുകയാണ്, എത്ര കിലോഗ്രാംസ് എനിക്ക് ചെക്ക് ഇൻ ചെയ്യാം? ഹൗ മെനി കിലോഗ്രാംസ് ക്യാൻ ഐ ചെക്ക് ഇൻ? എനിക്ക് എത്ര കിലോ ആണ് ചെക്ക് ഇൻ അനുവദിച്ചിട്ടുള്ളത്? ഇതേ ചോദ്യം നേരത്തെ ചോദ്യത്തിൻ്റെ ഒരു വേരിയേഷൻ ആണ്. എനിക്ക് എത്ര കിലോ ആണ്, അല്ലെങ്കിൽ എത്ര കിലോഗ്രാം ആണ് ചെക്ക് ഇൻ അനുവദിച്ചിട്ടുള്ളത്? ഹൗ മെനി കിലോഗ്രാംസ് ആം ഐ അലൗഡ് ടു ചെക്ക് ഇൻ? നേരത്തെ ഹൗ മെനി കിലോഗ്രാംസ് ക്യാൻ ഐ ചെക്ക് ഇൻ ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചു. ഇവിടെ നമ്മൾ കുറച്ചും കൂടെ സൗമ്യതയോടെ ചോദിക്കുകയാണ്, ഹൗ മെനി കിലോഗ്രാംസ് ആം ഐ അലൗഡ് ടു ചെക്ക് ഇൻ? അലൗഡ് എന്ന് പറഞ്ഞാൽ അനുവദിച്ചിട്ടുള്ളത്. അപ്പോൾ എനിക്ക് എത്ര കിലോ ആണ് ചെക്ക് ഇൻ അനുവദിച്ചിട്ടുള്ളത്? നിങ്ങളുടെ ബാഗുകൾ സ്കെയിലിൽ വെക്കൂ. അതായത് വേ ചെയ്യുന്ന മെഷീനെയാണ് നമ്മൾ വെയിങ് സ്കെയിൽ എന്ന് പറയാം, അല്ലെങ്കിൽ വെറും സിമ്പിളായിട്ട് സ്കെയിൽ എന്ന് പറയാം. നിങ്ങളുടെ ബാഗുകൾ സ്കെയിലിൽ വെക്കൂ. പ്ലീസ് പുട്ട് യുവർ ബാഗ്സ് ഓൺ ദ സ്കെയിൽ. പ്ലീസ് പുട്ട് യുവർ ബാഗ്സ് ഓൺ ദ സ്കെയിൽ, അല്ലെങ്കിൽ ഓൺ ദ വെയിങ് സ്കെയിൽ. നിങ്ങൾക്ക് വിൻഡോ സീറ്റാണോ അയൽ സീറ്റാണോ വേണ്ടത്? അപ്പോൾ ബാഗേജ് എല്ലാം ചെക്ക് ഇൻ ചെയ്ത ശേഷം ബോർഡിംഗ് പാസ് കൊടുക്കുന്നതിന് തൊട്ട് മുൻപായിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് വിൻഡോന്റെ അടുത്തുള്ള സീറ്റ് വേണോ അതോ അയൽ സീറ്റ്? അയൽ എന്ന് പറഞ്ഞാൽ പ്ലെയിനിൽ നടുവിലുള്ള നടക്കാനുള്ള വഴി, അതിനെയാണ് നമ്മൾ അയൽ എന്ന് പറയാം. അപ്പോൾ അയലിനോട് ചേർന്നിട്ടുള്ള സീറ്റിനെ നമ്മൾ അയൽ സീറ്റ് എന്ന് പറയും. അപ്പോൾ ഒരു 3 സീറ്റുള്ളത് ഒരു വരിയാണെങ്കിൽ, ലെഫ്റ്റിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ ആദ്യം അയൽ സീറ്റ്, പിന്നെ മിഡിൽ സീറ്റ്, പിന്നെ വിൻഡോ സീറ്റ്. ഈ അയൽ എന്ന വാക്ക് പ്ലെയിനിൽ മാത്രമല്ല, നമുക്ക് അയൽ എന്നുള്ളത് ഫോർ എക്സാമ്പിൾ ബസ്സിന്റെ സീറ്റിനെയും പറയുമ്പോൾ നമുക്ക് പറയാം, എനിക്ക് ഐ വോണ്ട് ടു ടേക്ക് ദ വിൻഡോ സീറ്റ്, ഞാൻ വിൻഡോന്റെ അടുത്തുള്ള സീറ്റ് എടുക്കാം. അല്ലെങ്കിൽ ഐ ഡോണ്ട് ലൈക്ക് ടു സിറ്റ് നിയർ ദി അയൽ, അതായത് അയൽ നടന്നു പോകുന്ന ആ വഴിയുടെ അടുത്തുള്ള സീറ്റിൽ ഇരിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഓക്കെ. അതേപോലെ ഇപ്പോൾ സിനിമ തിയേറ്ററിൽ, ഓഫ്കോഴ്സ് സിനിമ തിയേറ്ററിൽ വിൻഡോ ഇല്ല, പക്ഷെ അയലുകളുണ്ട്. അതായത് നടുവിൽ നടന്നു പോകാനുള്ള വഴിയുടെ ചേർന്ന് കിടക്കുന്ന 2 സൈഡിലുള്ള സീറ്റുകളാണ് അയൽ സീറ്റ്സ്. ഓക്കെ. അപ്പൊ ഇവിടെ ചോദിക്കുന്നത്, നിങ്ങൾക്ക് വിൻഡോ സീറ്റാണോ അയൽ സീറ്റാണോ വേണ്ടത്? വുഡ് യു ലൈക്ക് എ വിൻഡോ സീറ്റ് ഓർ അയൽ സീറ്റ്? ആ സ്പെല്ലിംഗ് ശ്രദ്ധിക്കണം, പ്രൊനൗൺസിയേഷൻ ശ്രദ്ധിക്കണം. AISLE, അയൽ. അപ്പൊ നമ്മൾ നമ്മുടെ ഇഷ്ടം പറയുന്നു, അതനുസരിച്ച് ബോർഡിംഗ് പാസ് തരുന്നു. ഇതാ നിങ്ങളുടെ ബോർഡിംഗ് പാസ്, താങ്ക് യു എന്നാണ് പറയുന്നത്. ഇതാ നിങ്ങളുടെ ബോർഡിംഗ് പാസ്, താങ്ക് യു. ഹിയർ ഈസ് യുവർ ബോർഡിംഗ് പാസ്, താങ്ക് യു. അപ്പോൾ നമ്മൾ ബോർഡിംഗ് പാസ് പഠിക്കുന്നു, നമ്മളും താങ്ക് യു എന്നൊക്കെ പറഞ്ഞ് അടുത്ത പ്രൊസീജിയറിലേക്ക് നീങ്ങുന്നു. ഓക്കെ. അപ്പോൾ താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്. ലെസൺ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.